വെൽക്കം ടു ടുഡേ സെഷൻ. നമ്മൾ ഇന്ന് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി ഓഫ് ഫുഡിലെ ഡെൻസിറ്റി മെഷർമെൻ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയുന്ന പോലെ തന്നെ ഡെൻസിറ്റി എന്താണ്? മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റി മെഷർമെൻറ്റിൽ കുറച്ച് ടേംസും കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് പാർട്ടിക്കിൾ ഡെൻസിറ്റി. അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് സോളിഡ് പാർട്ടിക്കിൾ എക്സ്ക്ലൂഡിങ് ദ എക്സ്റ്റേണലി കണക്റ്റഡ് പോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ്റ്റേണലി കണക്റ്റഡ് പോഴ്സിനെ അവോയ്ഡ് ചെയ്ത് ഒരു മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിൻ്റെ ഡെൻസിറ്റി മെഷർ ചെയ്യുന്നെങ്കിൽ അതിന് നമ്മൾ പാർട്ടിക്കിൾ ഡെൻസിറ്റി എന്നാണ് പറയുന്നത്. അടുത്ത ടേം ആണ് ബൾക്ക് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ. ബൾക്ക് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റിൻ്റെ ഡെൻസിറ്റി വെൻ പാക്ഡ് ഓർ സ്റ്റാക്ഡ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാക്കിംഗ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിനെ കൺസിഡർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒന്നിന് മേലെ ഒന്നായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സ്റ്റാക്ഡ് എന്നാണ് പറയുന്നത്. ഈ രണ്ട് കണ്ടീഷനിൽ ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിൻ്റെ ഡെൻസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതിനെ ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയും. ഇനി ഒരു ഫാക്ടറും കൂടെ നമുക്ക് പഠിക്കാനുള്ളത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തു നമ്മൾ ഹീറ്റ് ചെയ്യുകയോ കൂൾ ചെയ്യുകയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് നിങ്ങൾ കൺസിഡർ ചെയ്യുക, അത് ഹീറ്റിങ്ങോ കൂളിങ്ങോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റിക്ക് വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് ഒരു റിലേഷൻസ് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഉള്ള ഡെൻസിറ്റിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ട കണ്ടീഷൻസിൽ സം ഫോർമുലാസ് ആർ ദിയർ. നമ്മളിപ്പോൾ ഫുഡ് ടെക്നോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫോർ എൻ എക്സാമ്പിൾ വിൽ ബി സ്റ്റഡിയിങ് ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി ഓഫ് മിൽക്ക്. ഓക്കെ, അപ്പോൾ മിൽക്ക് എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് മിൽക്ക് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഹോൾ മിൽക്ക്, അതുപോലെ സെക്കൻഡ് വൺ ഈസ് സ്കിംഡ് മിൽക്ക്. അപ്പം ഹോൾ മിൽക്ക് എന്ന് പറയുമ്പം നമ്മൾ സാധാരണ കാണുന്ന പോലെയുള്ള മിൽക്കാണ്, അതിൽ ഫാറ്റ് കണ്ടൻറ്റ് ഉണ്ട്. സ്കിംഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഫാറ്റൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഫാറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറവുള്ള മിൽക്കിനെയാണ് സ്കിംഡ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കൂടുതൽ ഡെൻസർ? സ്കിംഡ് മിൽക്കായിരിക്കും ഡെൻസിറ്റി കൂടുതൽ. കാരണം ഫാറ്റ് എന്ന് പറയുന്ന കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ, ഫാറ്റ് എന്ന് വെച്ചാൽ ഡെൻസിറ്റി വാട്ടറിനേക്കാൾ കുറവാണ്. അപ്പം ഫാറ്റ് ഒരു മിൽക്കിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് മിൽക്കിനായിരിക്കും ഡെൻസിറ്റി കൂടുതലുണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്കിംഡ് മിൽക്കിനാണ് ഡെൻസിറ്റി കൂടുതലായിട്ടുള്ളത്. സ്പെസിഫിക്കായിട്ട് പറയുവാണെങ്കിൽ ഹോൾ മിൽക്കിന് 1.03 gram/ml ആണ് ഡെൻസിറ്റി. സ്കിംഡ് മിൽക്ക് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ കൂടുതലാണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു, അത് 1.035 gram/ml ആണ്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിയാണ്. അപ്പോൾ ഒരു റിലേഷൻ ഉണ്ട്. അതിൽ ടെമ്പറേച്ചർ ഇപ്പം 50 ഡിഗ്രിയാണ് തന്നിട്ടുണ്ടെങ്കിൽ ഹോൾ മിൽക്കിന് അതിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ എന്താണ് ഈ ടി എന്ന് പറയുന്ന സ്ഥലത്ത് 50 എന്ന് കൊടുത്താൽ മതി. 50 ഡിഗ്രി സെൽഷ്യസിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 50 എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ കെൽവിനിലാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ ഒരു ഇക്വേഷൻ്റെ കൂടെ ഇപ്പോൾ 50 ഡിഗ്രി എന്ന് വെച്ചാൽ എത്ര കെൽവിനാണ്? 273 + 50. ആ കിട്ടുന്ന വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്കിംഡ് മിൽക്കിനും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള റിലേഷൻസ് ഉണ്ട്. അതാണ് രണ്ടാമത്തെ ഇക്വേഷനിൽ കാണിച്ചിരിക്കുന്നത്. സോ നൗ വിൽ ബി ഗോയിങ് ടു ദ മെഷർമെൻറ്റ് ഓഫ് ബോയൻസി ഫോഴ്സ് ആൻഡ് ഡെൻസിറ്റി ഓഫ് ഇറഗുലർ സോളിഡ്. ഇറഗുലർ ആയിട്ടുള്ള സോളിഡ്സ് നമ്മളെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോയൻസിയും ഡെൻസിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇറഗുലർ ആയിട്ടുള്ള സ്പെസിമെൻസ് നമ്മൾ ഒരു വട്ടത്തിൽ കാണിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ കണ്ടെയ്നർ കണ്ടെയ്നിങ് ലിക്വിഡിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യും, ആ വെയിറ്റ് നോട്ട് ചെയ്യും. അതുപോലെ തന്നെ സ്പെസിമെൻ ഇൻസേർട്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് കണ്ടെയ്നറിൻ്റെ വെയിറ്റും നോട്ട് ചെയ്യും. അതിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ഇമേജ് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഒരു സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്തിട്ടില്ലേ, ഈ പറഞ്ഞ രണ്ട് കണ്ടീഷനിലും വിത്ത് ഇൻസേർട്ട് ചെയ്ത സമയത്തുള്ളതും അതുപോലെ തന്നെ നോൺ ഇൻസേർട്ടഡ് കണ്ടീഷനിലും ഉള്ള സ്കെയിൽസ് എത്രയാണ് വെയിറ്റ് എന്നുള്ളത് ആ സ്കെയിൽ എന്ന് കാണിച്ചിരിക്കുന്നിടത്ത് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ആ വാല്യൂസ് നമ്മൾ നോട്ട് ചെയ്തിട്ട് താഴെ കാണുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സാമ്പിൾ, G1 എന്ന് വെച്ചാൽ വെയിറ്റ് ഓഫ് സിംഗർ പ്ലസ് സാമ്പിൾ, G2 എന്ന് വെച്ചാൽ വെയിറ്റ് ഓഫ് സിംഗർ ഒള്ളി, ആൻഡ് റോ W ഇസ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ഡിവൈഡഡ് ബൈ G1 ബൈ റോ W മൈനസ് G2 ബൈ റോ W. ഇതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് ദ സാമ്പിൾ ഡെൻസിറ്റി. നൗ വി വിൽ ബി ഡിസ്കസിങ് അപ്പാരൻറ്റ് ഡെൻസിറ്റി. അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബൾക്ക് ഡെൻസിറ്റി എന്നും പറയാറുണ്ട്. ഇറ്റ് ഇസ് എ മാസ് ഓഫ് ദ മെറ്റീരിയൽ പെർ യൂണിറ്റ് വോളിയം. ഇതിൻ്റെ പെക്യുലാരിറ്റി എന്താണ്? ഇൻക്ലൂഡിങ് ദ വോളിയം ഓഫ് വോയിഡ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ. വോയിഡ് സ്പേസ് അല്ലെങ്കിൽ വോയിഡ്സ്, നമ്മളൊരു പാർട്ടിക്കിളിൽ വോയിഡ് സ്പേസ് ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ബൾക്ക് ഡെൻസിറ്റിയുടെ സെയിം കണ്ടീഷൻ തന്നെയാണ് അപ്പാരൻറ്റ് ഡെൻസിറ്റിയിലും നമ്മൾ പറയേണ്ടത്. ജനറലി അപ്പാരൻറ്റ് ഡെൻസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് ജനറലി 2 മെത്തേഡ്സ് വഴിയാണ്. ഒന്ന് വാട്ടർ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡും സെക്കൻഡ് വൺ ഈസ് ആൽക്കെമിഡിസ് പ്രിൻസിപ്പിൾ ആണ്. നൗ വിൽ ബി ഡിസ്കസിങ് വാട്ടർ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ്. വാട്ടർ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ സോളിഡ്സ് വിതൗട്ട് സിഗ്നിഫിക്കൻറ്റ് പോറോസിറ്റി. അപ്പോൾ പോറോസിറ്റിക്ക് നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇതിൽ പോറസ് അല്ലാത്ത മെറ്റീരിയൽ, ഹോൾസ് ഒന്നും സർഫസിൽ ഇല്ലാത്ത മെറ്റീരിയലാണ് നമ്മൾ വാട്ടർ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൽ കൺസിഡർ ചെയ്യേണ്ടത്. ആക്ച്വലി ഇതിന് വേണ്ടത് ഒരു ബീക്കറാണ്. ബീക്കറിൽ നമ്മളൊരു പർട്ടിക്കുലർ ലെവൽ വരെ വാട്ടർ വെച്ചിട്ടുണ്ടാവും. അതിൽ ഗ്രാജുവേറ്റഡ് സിലിണ്ടർ എന്നാണ് അതിനെ പറയുന്നത്. അതിൽ മാർക്കിംഗ് ഉണ്ടാവും, എത്ര ml എന്നുള്ളത് 10, 20, 30 എന്നൊക്കെ കാണും. അതാണ് ഇനീഷ്യൽ കണ്ടീഷൻ. അതിലേക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സോളിഡ്, പോറസ് അല്ലാത്ത ഒരു സോളിഡിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റും? വെള്ളത്തിൻ്റെ റൈസ് കൂടും. അപ്പോൾ ഗ്രാജുവേറ്റഡ് സിലിണ്ടറിൽ ഇപ്പോൾ തുടക്കത്തിൽ 20 ആണെങ്കിൽ ഈ സോളിഡ് ഇടുമ്പോൾ എത്രയാണ് 40 എന്നൊക്കെ
മാറിക്കാണും എന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ എത്രത്തോളം വോളിയം മാറി ആ ഒരു കൺസിഡറേഷൻ, ആ ഡിഫറൻസാണ് നമ്മൾ കാൽക്കുലേഷൻസിന് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഡെൻസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാസ് ഓഫ് സാമ്പിൾ ഡിവൈഡഡ് ബൈ വോളിയം ഡിസ്പേഴ്സ്ഡ് വാട്ടർ ആണ്. എന്ന് വെച്ചാൽ എത്രത്തോളം വെള്ളം ഡിസ്പേഴ്സ് ചെയ്തു, അതാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് ഈ ഒരു കണ്ടീഷനിൽ വാട്ടർ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൽ നമ്മൾ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് മെത്തേഡ് ഓഫ് ഡെൻസിറ്റി ഡിറ്റർമിനേഷൻ ഈസ് ആൽക്കെമിഡീസ് പ്രിൻസിപ്പിൾ. നമുക്ക് അറിയുന്ന പോലെ തന്നെ ഒബ്ജക്റ്റ് submerged in a fluid experience an upward buoyancy force equal to the weight of the fluid dispersed by the object. ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യേണ്ടത്, ഒരു ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഫുള്ള് വെള്ളം എടുത്തു, അതിലേക്ക് നമ്മളൊരു ബോൾ ഇട്ടു, ഒരു മെറ്റാലിക് ബോൾ ഇട്ടു. മെറ്റാലിക് ബോൾ ഇടുമ്പോൾ എന്ത് പറ്റും, അതിൻ്റെ വെയിറ്റ് കാരണം കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആ കണ്ടെയ്നർ ഫുള്ളായതുകൊണ്ട് പുറത്തേക്ക് വരും. അപ്പോൾ പുറത്തേക്ക് വരുന്ന വാട്ടറിൻ്റെ വെയിറ്റ് ഈസ് ഈക്വൽ ടു ദ അപ്വേർഡ് ബോയൻസി ഫോഴ്സ് എന്നാണ് ആൽക്കെമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്വേർഡ് ബോയൻസി ഫോഴ്സ് എന്ന് വെച്ചാൽ നമ്മളൊരു വസ്തു താഴേക്ക് ഇടുമ്പോൾ ഒരു ലിക്വിഡിലേക്ക് ബോൾ ഇടുന്ന കണ്ടീഷൻ വിചാരിക്കുക, താഴേക്ക് വരുന്നത് ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് ബോയൻസി എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കലി നമ്മൾ ബോയൻസി ഫോഴ്സിനെ FB എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു G ഇൻറ്റു V. അതിൽ റോ എന്ന് വെച്ചാൽ ഡെൻസിറ്റി ആണെന്നറിയാം, G എന്ന് പറയുന്ന ഗ്രാവിറ്റി ആണെന്നറിയാം, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയാം, ആൻഡ് V ഇസ് ദ സബ്മർജ് അല്ലെങ്കിൽ എത്രത്തോളം വെള്ളം ഡിസ്പേഴ്സ് ചെയ്തു, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. അപ്പം മാത്തമാറ്റിക്കലി നമുക്ക് ബോയൻസി ഫോഴ്സിനെ ഈ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ആൽക്കെമിഡീസ് പ്രിൻസിപ്പിളിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് കാണിക്കുന്നത്. തുടക്കത്തിലുള്ള കണ്ടീഷനും അതിനുശേഷം ഒരു വെയിറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ വെള്ളം ഈക്വലായിട്ട് ഡിസ്പേഴ്സ് ചെയ്യുന്നു. ആ ഡിസ്പേഴ്സ് ചെയ്യുന്ന ആ ഒരു എക്സാമ്പിളാണ് നമുക്ക് ആ ഇമേജിൽ കാണുന്നത്. ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസ് ബൈ വോളിയമാണ്. തുടക്കത്തിലുള്ള കണ്ടീഷനും ആഫ്റ്റർ ഉള്ള കണ്ടീഷനും കൺസിഡർ ചെയ്തിട്ടാണ് ഇതിൽ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു കണ്ടീഷനിൽ വെയിറ്റ് എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു ഗ്രാവിറ്റിയാണ്, മാത്തമാറ്റിക്കലി റോ VG എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ത്രസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് റോ VG ആണ് വരുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഔട്ട്ലൈൻ ഓഫ് ആൽക്കെമിഡീസ് പ്രിൻസിപ്പിൾ. നൗ വി വിൽ കൺസോൾഡേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡെൻസിറ്റി മെഷർമെൻറ്റ്. എന്തുകൊണ്ടാണ് ഡെൻസിറ്റി വേണ്ടത്? വൈഡ്ലി യൂസ്ഡ് ഫോർ പ്രോസസ് കാൽക്കുലേഷൻ. ഫോർ എക്സാമ്പിൾ, ഡെൻസിറ്റി ഓഫ് മിൽക്ക് പൗഡർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഇറ്റ്സ് സൈക്ലോൺ സെപ്പറേഷൻ. ബൾക്ക് ഡെൻസിറ്റി ഈസ് റിക്വയർഡ് ഫോർ എസ്റ്റിമേറ്റിംഗ് ദ ഫ്ലോർ ഏരിയ ഓഫ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് എനി പ്രോഡക്റ്റ്. അതുപോലെ both density and specific gravity are important for calculating thermal diffusivity in heat transfer problems. അതുപോലെ തന്നെ ഡെൻസിറ്റി ക്യാൻ ബി മെഷർഡ് ബൈ ജിയോമെട്രിക്കൽ ഡയമെൻഷൻ മെത്തേഡ് അല്ലെങ്കിൽ ബോയൻസി ഫോഴ്സ് മെത്തേഡ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഓവറോൾ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. നൗ വി വിൽ ബി റിവൈൻഡിങ് ഓൾ ദ ടേം വൺ മോർ ടൈം. ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ഓഫ് ദ മെറ്റീരിയൽ പെർ യൂണിറ്റ് വോളിയം ഇൻക്ലൂഡിംഗ് ദ വോളിയം ഓഫ് voids or space between the particle. Bulk density is nothing but mass by total volume. Second one is material density or true density. It is the mass of material per unit volume excluding the volume of void. It is also known as true density and it is referred for solid materials. Under this condition, material density is calculated as mass by volume of solid. Next, similar to material density, particle density refers specifically to density of individual particle excluding void. അപ്പം excluding void എന്നുള്ള കാര്യം ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. Now we will be solving some numerical problems. The first problem is a pile of gravel has a mass of 800 kg and occupies a volume of 1.5 meter cube. Calculate the bulk density of the gravel. ഇതിൽ ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മാസ് ബൈ വോളിയം തന്നെയാണ്. ബൾക്ക് എന്ന് പറയുമ്പോൾ ഒന്നിൻ്റെ മേൽ ഒന്ന് നിറച്ച് വയ്ക്കുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടീഷനാണ്. അപ്പോൾ തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ ഡെൻസിറ്റി കിട്ടും. Now we will be discuss the second question based on the measurement of buoyancy. And the question എന്ന് വെച്ച് കഴിഞ്ഞാൽ an object with a volume of 0.2 meter cube is submerged in water. കാൽക്കുലേറ്റ് ദ ബോയൻസി ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഒബ്ജക്റ്റ്. അപ്പം ബോയൻസി എന്താണെന്ന് നമുക്ക് അറിയണം. അതൊന്ന് റീകോൾ ചെയ്യുക. തന്നിരിക്കുന്ന ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, ഡെൻസിറ്റി ഓഫ് വാട്ടറും ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ബോയൻസി ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫ്ലൂയിഡ് എന്നാണ്. അപ്പോൾ വെയിറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫ്ലൂയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് ഒന്നും കൂടെ റീകളക്ട് ചെയ്യുക. ഈ ഒരു കേസിൽ വെയിറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ വോളിയം മൾട്ടിപ്ലൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് മൾട്ടിപ്ലൈഡ് ബൈ ഗ്രാവിറ്റിയാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ആകെ വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് എല്ലാ സാധനങ്ങളും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 1962 Newton. Now we will be going to the third problem that is an irregular shaped object weight 150 gram in air and 90 gram when submerged in water. Calculate the density of the object. ഡെൻസിറ്റി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൽ രണ്ട് കണ്ടീഷൻ തന്നുകൊണ്ട് അതിൻ്റെ ബോയൻസി ഫസ്റ്റ് കണ്ടുപിടിക്കുക. ബോയൻസി എങ്ങനെയാണ് നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് ഞാൻ ഡെഫിനിഷൻ പറഞ്ഞതിൽ ഉള്ള കാര്യം ഒന്നും കൂടി റീകളക്ട് ചെയ്യുക. ബോയൻസി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ ആണ്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിഫറൻസ് എന്ന് വെച്ചാൽ 60 gram ആണ്. അപ്പോൾ വോളിയം ഡിസ്പേഴ്സ് ചെയ്യുന്നത് ബോയൻസി ഫോഴ്സ് എത്രയാണ് അതിന് ഈക്വലൻ്റ് ആയിട്ടാണ്. അപ്പം ബോയൻസി ഇസ് ഈക്വൽ ടു വോളിയം ഇസ് ഈക്വൽ ടു 60 ആണ്. ദെൻ നമുക്ക് ജനറൽ ഇക്വേഷനായ ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. മാസ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 150 gram ഡിവൈഡഡ് ബൈ ഈ പറഞ്ഞ വോളിയം എത്രത്തോളം വെള്ളം ഡിസ്പേഴ്സ് ചെയ്തു. അപ്പം 2.5 gram per centimeter cube ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. Now we are moving to the next problem.
A sample of whole milk has a mass of 1.03 kg and a volume of 1 liter. Calculate the density of milk. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മാസും വോളിയം തന്നിട്ടുണ്ട്, വേറെ ഒരു കൺസിഡറേഷനും ഇതിലില്ല. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് ഈസ് മാസ് ബൈ വോളിയം ചെയ്യുക. വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 1.03 kg per liter. Now we will be solving the temperature dependency related to density problems. So the fifth problem is to calculate the density of whole milk at 25 degree centigrade of temperature. അപ്പോൾ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ഹോൾ മിൽക്കിൻ്റെ കണ്ടീഷൻ ആണെങ്കിൽ ഓൾറെഡി ഞാൻ ഹോൾ മിൽക്കിൻ്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിയുടെ ഫോർമുല തന്നിട്ടുണ്ടായിരുന്നു. ആ ഫോർമുലയിൽ ടി ഉള്ളിടത്ത് 25 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഡെൻസിറ്റി ഓഫ് ഹോൾ മിൽക്ക്. അപ്പോൾ ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ദ ഫൈനൽ ആൻസർ ഈസ് 1027.3 kg per meter cube. The next question in this category, calculate the density of skimmed milk at a temperature of 10 degrees Celsius using the formula. ഈ ഫോർമുല ഞാൻ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ചില കേസിൽ തരത്തില്ല. അപ്പം വി ഷുഡ് നോ അബൌട്ട് ദ ഫോർമുല. അതിൽ ഡയറക്റ്റ് ടീൻ്റെ അടുത്ത് 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിൽ ഗെറ്റ് ദ ഡെൻസിറ്റി ഓഫ് സ്കിം മിൽക്ക് ആസ് 1035.2 kg per meter cube. Now we are going to the next problem. Consider two different powder. Powder A has a mass of 300 grams and occupy a volume of 100 centimeter cube. Powder B has a mass of 450 grams and occupy a volume of 150 centimeter cube. Which powder has a greater അല്ലെങ്കിൽ ഹയർ പാർട്ടിക്കിൾ ഡെൻസിറ്റി? അപ്പം ഇതൊരു കമ്പാരിറ്റീവ് ബേസ്ഡ് പ്രോബ്ലം ആണ്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏതിനാണ് ഹയർ ഡെൻസിറ്റി, അത് ഏതാണെന്ന് പാർട്ടിക്കിൾ എ ആണോ ബി ആണോ എന്ന് ചോദിക്കുകയാണ്. ഇതും ഒരു ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. മാസ് ബൈ വോളിയം ഓഫ് പാർട്ടിക്കിൾ എ കണ്ടുപിടിക്കുക, എന്നിട്ട് പാർട്ടിക്കിൾ ബിയുടേതും കണ്ടുപിടിക്കുക. രണ്ടും 3 ആണ് കിട്ടുന്നത്. 3 gram per centimeter cube എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പം ബോത്ത് പൗഡർ പാർട്ടിക്കിൾ എയും പാർട്ടിക്കിൾ ബി ഹാവ് ആൻ ഐഡൻറ്റിക്കൽ ഡെൻസിറ്റി ഓഫ് 3 gram per centimeter cube എന്നാണ് അതിൻ്റെ ആൻസറായിട്ട് വരേണ്ടത്. Now we are going to the final question of the session. A sample of a granular material has a total mass of 400 grams and a bulk volume of 250 centimeter cube with a particle diameter of 2 gram per centimeter cube. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് വോയിഡ്. നമുക്ക് ആക്ച്വലി ഇതിൽ വോയിഡിൻ്റെ വോളിയമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതിൽ ഡെൻസിറ്റിയുടെ കണ്ടീഷൻസൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. സോ വി വിൽ ബി ഗോയിങ് ത്രൂ ദ ആൻസേഴ്സ്. ആൻസറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വോളിയം ഓഫ് പാർട്ടിക്കിൾ കാൽക്കുലേറ്റ് ചെയ്യുക. വോളിയം എന്ന് വെച്ചാൽ മാസ് ബൈ പാർട്ടിക്കിൾ ഡയമീറ്റർ. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 400/2. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 200 centimeter cube. അതാണ് വോളിയം ഓഫ് പാർട്ടിക്കിൾ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ്, കണ്ടുപിടിക്കേണ്ട എന്താണ്, വോളിയം ഓഫ് വോയിഡ് ആണ് കണ്ടുപിടിക്കുന്നത്. അതിനൊരു ജനറൽ ഫോം ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ ഒരു ജനറൽ ഇക്വേഷൻ കാണാതെ പഠിക്കുക. വോളിയം ഓഫ് വോയിഡ് ഈക്വൽ ടു ബൾക്ക് വോളിയം മൈനസ് വോളിയം ഓഫ് പാർട്ടിക്കിൾ. ഇതൊരു ജനറൽ ഇക്വേഷനാണ്. ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നേരത്തെ നമ്മൾ ഓൾറെഡി വോളിയം ഓഫ് പാർട്ടിക്കിൾ കണ്ടുപിടിച്ചു, അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. അതായത് വോളിയം ഓഫ് വോയിഡ് ഈക്വൽ ടു വോളിയം ഓഫ് പാർട്ടിക്കിൾ നമുക്ക് നേരത്തെ അറിയാം, ബൾക്ക് വോളിയം ക്വസ്റ്റ്യനിൽ തന്നിട്ടുമുണ്ട്. അപ്പം വോളിയം ഓഫ് വോയിഡ് ഈസ് ഈക്വൽ ടു ബൾക്ക് വോളിയം മൈനസ് വോളിയം ഓഫ് പാർട്ടിക്കിൾ, ദാറ്റ് ഈസ് 250 minus 200, ഇറ്റ് ഈസ് അറൗണ്ട് 50 centimeter cube. അപ്പോൾ അതാണ് ആൻസർ. So this is all about today's class. So thank you for listening. We will be meeting in the next class. Bye.